ഹലോ JEE ആസ്പിറൻസ്. സോ നമ്മുടെ സെക്കൻഡ് GAB ആണ് ഈ വരുന്ന 12, 13, 14 ഡേറ്റ്സിൽ നമ്മൾ നടത്തുന്നത്. സോ ഈ GABക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടാണ് നടത്തുന്നത്. ഒരു പക്ക JEE എക്സാം പോലെ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. സോ ഇവിടെ മൾട്ടിപ്പിൾ ഷിഫ്റ്റിലായിരിക്കും നമ്മുടെ പരീക്ഷകൾ നടക്കുക. ദാറ്റ് ഈസ് 12, 13, 14 പല സമയങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ JEE എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ്സോട് കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷ എഴുതാൻ ശ്രമിക്കണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CBT ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു പെൻ പേപ്പർ മോഡിൽ നിന്ന് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഷീറ്റ് അവിടെ ഉണ്ടാവും. അതനുസരിച്ച് വേണം നിങ്ങൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കൃത്യമായ ടൈമിങ്ങിൽ എക്സാം എൻഡ് ആകും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഒരു പ്രോപ്പർ രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് വേണം എക്സാമിന് വരാൻ. GIB CBT ആയിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ GIB രജിസ്ട്രേഷൻ ഈ വരുന്ന സെപ്റ്റംബർ 1 തന്നെ കംപ്ലീറ്റ് ചെയ്യണം. സെപ്റ്റംബർ 1 ആണ് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഏറ്റവും ലാസ്റ്റ് ഡേറ്റ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് എന്ന് നോക്കാം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, എന്നാലും ജസ്റ്റ് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. ഫിസിക്സിൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് റൊട്ടേഷണൽ മോഷൻ വരെയാണ്. ദാറ്റ് ഈസ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്, മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ മോഷൻ. ഇത്രയും ചാപ്റ്റേഴ്സാണ് ഫിസിക്സിലുള്ളത്. കെമിസ്ട്രിയിൽ ബേസിക് കൺസെപ്റ്റ്സ്, സ്ട്രക്ചർ ഓഫ് ആറ്റം, സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, റിഡോക്സ് റിയാക്ഷൻ, ഇലക്ട്രോ കെമിസ്ട്രി. ആൻഡ് ഫൈനലി മാത്സിൽ ഫണ്ടമെന്റൽസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ്, ഫംഗ്ഷൻസ്, ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാലിറ്റീസ്, ട്രിഗണോമെട്രി. ഇത്രയും പോർഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ സ്ലോട്ടും കാര്യങ്ങളും എല്ലാം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഹോൾ ടിക്കറ്റിനോടൊപ്പമായിരിക്കും ഏത് ഡേറ്റിലാണ് ഏത് സ്ലോട്ടിനാണ് വരുന്നതെന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, നമ്മുടെ പ്രോപ്പർ JEE പാറ്റേൺ ആണ്. അതായത് 20 MCQs ഉണ്ടാകും, ഒരു സബ്ജക്റ്റിൽ നിന്ന് 5 ന്യൂമറിക്കൽസ് ഉണ്ടാകും. അത് ഓരോ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിട്ട് ടോട്ടൽ ഓഫ് 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഷിഫ്റ്റ് ഉടനെ തന്നെ അറിയിക്കുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, 1-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ രജിസ്ട്രേഷൻ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യണം. ഈ കാണുന്ന QR കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. സോ ഓൾ ദ ബെസ്റ്റ്. നല്ല അടിപൊളിയായിട്ട് GIB എക്സാം എഴുതുക. കാരണം ഈ ഒരു റാങ്കിങ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ സൈലവും അതേപോലെ സൈലത്തിൽ ഇല്ലാത്തവരൊക്കെ എഴുതുന്ന ഒരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൊസിഷൻ ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ നമുക്ക് JEE എക്സാമിലേക്ക് ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ്. അപ്പം ഒരു നടുക്ക് നിൽക്കുന്ന ഒരു സമയത്ത്, മിഡ് ലെവലിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പൊസിഷൻ എത്രയാണെന്ന് മനസ്സിലാക്കാൻ ഈ എക്സാം ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.